കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ എം.എൽ.എയും നാഷണൽ ഹൈവേ അതോറിറ്റി പാനലിലാണ് പുതുപ്പള്ളി എം.എൽ.എയും ഇടം നേടിയത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ. ശ്രീകാന്ത്, എന്താണ് സംഭവം? എങ്ങനെയാണ് ഇങ്ങനെ ഒരു എം.എൽ.എ ഈ പാനലിലേക്ക് ഇടം നേടിയത്, അതും കോൺഗ്രസ് എം.എൽ.എ? ഇത് വലിയ കൗതുകമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. മുൻപ് സാധാരണക്കാരായ കോൺഗ്രസിന്റെയും CPIM-ന്റെയും ഒക്കെ പ്രവർത്തകർ, അഭിഭാഷകർ ഇത്തരം പാനലുകളിലൊക്കെ ഇടം നേടിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ED-യിലും CBI-യിലും ഒക്കെ തന്നെ അത്തരത്തിൽ ആളുകൾ ഇപ്പോഴും ജോലി എടുക്കുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഉന്നതനായ ഒരു നേതാവ്, മുൻ മുഖ്യമന്ത്രിയുടെ മകൻ, അതോടൊപ്പം ഇപ്പോൾ നിലവിൽ പുതുപ്പള്ളിയിൽ നിന്നുള്ള MLA കൂടിയായ ചാണ്ടി ഉമ്മൻ, അദ്ദേഹം അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ ഈ ലിസ്റ്റിൽ ഇടം നേടി എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ഒക്കെ വഴിയൊരുക്കുന്നതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതരുമായി സംസാരിച്ചപ്പോൾ ഇത് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ തന്നെ എന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ചാണ്ടി ഉമ്മനുമായും സംസാരിച്ചു. മുൻപ് താൻ ഈ പാനലിൽ ഉണ്ടായിരുന്നു എന്നും അത് വീണ്ടും പുതുക്കി ഇറക്കിയപ്പോൾ താൻ ഉൾപ്പെട്ടു, അതാകാം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേർഷൻ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു കോൺഗ്രസ് MLA, കോൺഗ്രസ് നേതാവ്, ഉന്നത നേതാവ്, BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പാനലിൽ ഉൾപ്പെട്ടത് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും BJP നേതൃത്വത്തിൽ BJP-യുടെ തന്നെ അഭിഭാഷകർക്കിടയിൽ ഇത് വലിയ അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ശ്രീകാന്ത്, ഒപ്പം തന്നെ ഈ പട്ടിക പുറത്തിറക്കുന്നതിന് മുമ്പ് കൃത്യമായ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടന്നു കാണണം. അപ്പോൾ ആ സമയങ്ങളിലൊന്നും ഈ രീതിയിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? നിലവിൽ അങ്ങനെ വേണം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇദ്ദേഹം MLA ആകുന്നതിന് തൊട്ട് മുമ്പ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടത് അദ്ദേഹം മുൻപ് ഈ പാനലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ ഘട്ടത്തിൽ അത് കഴിഞ്ഞു കാണണം. ഇവിടെ നിന്നും ഈ NHAയിലെ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തയക്കുന്നതും. അവർ പ്രത്യേക താല്പര്യമെടുത്ത് ഇദ്ദേഹത്തിന്റെ പേര് കൂടി ഉൾപ്പെടുത്തി വിട്ടതാകാം. അത് പിന്നീട് ഇപ്പോൾ ഈ പാനലിൽ ഉൾപ്പെടുത്തി വരാനും സാധ്യതയുണ്ട്. ഇരുകൂട്ടരും അത് അംഗീകരിക്കുന്നു. ചാണ്ടി ഉമ്മനും അത് സമ്മതിച്ചിട്ടുണ്ട്, NHA അധികൃതരും അത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ BJP സർക്കാരിന്റെ പാനലിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെട്ടു എന്ന് പറയുന്നത് വലിയ കൗതുകമുണർത്തുന്ന കാര്യമാണ്. ഒരു ഉന്നത കോൺഗ്രസ് നേതാവ് ഉൾപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ കൗതുകം തന്നെയാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ MLA ഇടപെട്ടിരിക്കുന്നുവെന്ന വാർത്ത പുറത്തുവന്നത്.